വിശുദ്ധ ചാവറയച്ചൻ യൂറോപ്യൻ മിഷണറിമാരുടെ കരാളഹസ്തിൻ കീഴിൽ ഞെരിഞ്ഞമർന്നിരുന്ന കേരള സഭയുടെ നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ഒരു ഏകദേശീയ സന്യാസ സഭ മാത്രമാണ് മച്ചിയായ കേരള സഭയെ ഋതുമതിയാക്കുവാനുള്ള ഏകമാർഗം എന്ന തിരിച്ചറിവാണ് അദ്ദേഹം സഭയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന. എത്ര പ്രവാചക ധീരതയുള്ള കാൽവെപ്പ്! ഇന്ന് അസംഖ്യം വിശുദ്ധർക്കും വാഴ്ത്തപ്പെട്ടവർക്കും ധന്യർക്കും ജന്മം നൽകിയ ഒരു സഭയായി തീർന്നിരിക്കുന്നു കേരള സഭ. വിദേശ മിഷണറിമാരെ അന്ധമായി ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ പോലും ആദരിച്ച് അംഗീകരിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ചാവറയച്ചൻ. സഭയിൽ രൂപം കൊണ്ട റോക്കാശീഷ്മയുടെ മുമ്പിൽ എല്ലാവരും അന്തം വിട്ടുനിന്ന സാഹചര്യത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് ചാവറയച്ചൻ സൗമ്യമായി ആ ശീഷ്മയെ ഉച്ചാടനം ചെയ്തത്. ഇല്ലെങ്കിൽ കേരള സഭയുടെ അസ്തിത്വം പോലും ഇന്ന് ലോകത്തുണ്ടാകുമായിരുന്നില്ല. കേരള സഭയിൽ മാത്രമല്ല, കേരള ചരിത്രത്തിൽ തന്നെ നവോത്ഥാന നായകരിൽ അഗ്രഗണ്യൻ ചാവറയച്ചനാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയവർ മുന്നോട്ടുവെച്ച ആദർശ സമത്വ ചിന്തകൾ എത്ര തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം അതിനു മുമ്പ് തന്നെ നടപ്പിലാക്കിയിരുന്നത്. കീഴ്ജാതിക്കാർക്ക് സംസ്കൃതവും വിദ്യാഭ്യാസവും നിരോധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ സംസ്കൃത പദങ്ങൾ കാതിൽ വന്നു വീണാൽ ഈയം ഉരുക്കിയൊഴിക്കുമെന്ന് നിർബന്ധമുള്ള ഒരു കാലഘട്ടത്തിൽ അവർക്കായി ഒരു സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുക എന്ന വിപ്ലവം വരിച്ചവനാണ് ഈ പാതിരി. ആ കാലഘട്ടത്തിൽ ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത എത്രയെത്ര നൂതന നടപടികളാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ആദ്യത്തെ ക്രൈസ്തവ പ്രിന്റ് പ്രസ്, ആദ്യത്തെ വർത്തമാന പത്രം, ആദ്യത്തെ അഗതി മന്ദിരം, പള്ളിക്കൊരു പള്ളിക്കൂടം, പിടിയരി, ഉച്ചക്കഞ്ഞി, കെട്ടുതെങ്ങ്, ഇടവക ധ്യാനങ്ങൾ, 40 മണി ആരാധന, ഞായറാഴ്ച പ്രസംഗം, സെമിനാരി, സ്ത്രീകൾക്കു വേണ്ടിയുള്ള മഠം, കുടുംബങ്ങൾക്കു വേണ്ടിയുള്ള ഇന്നും കാലിക പ്രശസ്തിയുള്ള നല്ല അപ്പൻ്റെ ചാരുകൾ, ഇടയ നാടകങ്ങൾ, അങ്ങനെ അദ്ദേഹം കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. ആരംഭിക്കുക മാത്രമല്ല, അവയെല്ലാം ഇന്നും സഭയുടെ മുഖ്യ പ്രവർത്തന രംഗമായി തുടരുന്നു എന്നത് അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്ന ദൈവിക ശക്തിയെ ഓർമ്മപ്പെടുത്തുന്നു. മാമോദീസായിൽ എനിക്ക് ലഭിച്ച വെള്ളവസ്ത്രം ഞാൻ മലിനമാക്കിയിട്ടില്ല എന്ന ഏറ്റുപറച്ചിലിൻ്റെ അംഗീകാരമാണ് ഈ വിജയരഹസ്യം. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മപിതാവായ ലയോപോൾദ് മിഷണറിയുടെ വായിൽ നിന്നും ഉതിർന്നു വീണ വാക്കുകൾ ഇന്ന് മലയാളത്തിൻ്റെ കൊടി താഴ്ന്നിരിക്കുന്നു എന്നതാണ്. എത്ര അർത്ഥവത്തായ വിലയിരുത്തൽ! കേരള സഭ കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഭാധനനാണ് ചാവറയച്ചൻ. സഭ അർഹിക്കുന്നിടത്തോളം അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളത് വിചിത്രം തന്നെ.